ഹായ് എവരി വൺ, വെൽക്കം ടു ദിശ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കണ്ടായിരുന്നു NTPCയുടെ ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ NTPCയുടെ ഒഫീഷ്യൽ നോട്ടീസ് ഈ വരുന്ന 14 തീയതി സെപ്റ്റംബർ 14 വരും എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ NTPCയുടെ എക്സാം ഇങ്ങ് അടുത്തു അല്ലേ. ആഫ്റ്റർ 5 years 2019 നടന്നതിന് ശേഷം ഇപ്പോഴാണ് NTPCയുടെ എക്സാം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജോബ് കിട്ടാനുള്ള ബെറ്റർ ഓപ്പർച്യൂണിറ്റി, ഒരു റെയിൽവേയിൽ ജോബ് കിട്ടാനുള്ള ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ് NTPC എന്താണ്, നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി അല്ലേ. അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക്, അതായത് സ്റ്റേഷൻ മാസ്റ്റർ, TTR തുടങ്ങിയ പോസ്റ്റിലേക്ക് നല്ലൊരു ബെറ്റർ പോസ്റ്റാണ് നമുക്ക് റെയിൽവേയിൽ കിട്ടുന്നത്. അപ്പോൾ ആ പോസ്റ്റിലേക്ക് പ്ലേസ് ആവാനുള്ള ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ് NTPC എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സാം ഒക്കെ എഴുതി അതിനകത്തേക്ക് നമ്മൾ കയറി ക്വാളിഫൈ ചെയ്തു, നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് പോസ്റ്റിലേക്കൊക്കെ ആയിരിക്കും അപ്പോയിന്റ് ചെയ്യപ്പെടുന്നതെന്ന് പറയുന്നത് നമുക്ക് അറിയാതെ പോകുന്ന ഒരവസ്ഥ. നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, സിലബസ് നോക്കി പ്രിപ്പയർ ചെയ്യുന്നു, പക്ഷെ നമുക്ക് ഏത് പോസ്റ്റിലേക്കാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് NTPC എക്സാം എഴുതി ക്വാളിഫൈ ചെയ്താൽ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് നമ്മൾ പ്ലേസ് ആവുക എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. പോസ്റ്റ് ഡീറ്റെയിൽസ് ആണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ NTPC എന്ന് പറയുന്നത് 10th പാസ്സായവർക്കും അതുപോലെ +2 പാസ്സായവർക്കും അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ലെവലിലും എക്സാംസ് നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് +2 ലെവലിൽ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് നമ്മൾ പ്ലേസ് ആവുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. +2 ആണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ നമുക്ക് എത്ര വയസ്സ് വേണം? 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ. അപ്പൊ ഏതൊക്കെ പോസ്റ്റാണ് നോക്കാം. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റ് ഉണ്ട്. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റ്. അപ്പൊ അതിന്റെ സാലറി നോക്കിയേ, 19,900 രൂപയാണ് സാലറി എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഇൻഹാൻഡ് സാലറി അല്ല, വെറും ബേസിക് പേയ്മെന്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന ബേസിക് പേയ്മെന്റ് ആണ്. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആയി പോസ്റ്റിംഗ് കിട്ടുന്ന ആൾക്ക് കിട്ടുന്ന ബേസിക് പേയ്മെന്റ് ആണ് 19,900 എന്ന് പറയുന്നത്. അതുപോലെ ഡിയർനെസ് അലവൻസ്, ട്രാവൽ അലവൻസ്, മെഡിക്കൽ അലവൻസ്, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് നിങ്ങൾക്ക് ഇൻ ഹാൻഡ് സാലറി കിട്ടുന്നത്. ഇത് ബേസിക് പേയ്മെന്റ് ആണ് 19,900 അല്ലെങ്കിൽ 20K അടുപ്പിച്ച് നിങ്ങൾക്ക് സാലറി കിട്ടുന്നത്. ഓക്കെ, ഇനി കഴിഞ്ഞ വട്ടം 2019 4,319 വേക്കൻസികളാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു പോസ്റ്റ് നോക്കാം. അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. അത് 19,900 തന്നെയാണ് ബേസിക് സാലറി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇൻ ഹാൻഡ് അല്ല കിട്ടുന്നത്. ഓക്കെ, അതിൽ 2019 760 വേക്കൻസികളിലേക്കാണ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ജൂനിയർ ടൈം കീപ്പർ ആണ്. ജൂനിയർ ടൈം കീപ്പർ പോസ്റ്റ് ഞാൻ പറഞ്ഞു സാലറി 20K തന്നെയാണ്. ഈ 3 പോസ്റ്റുകൾക്കും 20K തന്നെയാണ് സാലറി എന്ന് പറയുന്നത്. ആൻഡ് 17 വേക്കൻസികളായിരുന്നു 2019 വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് ട്രെയിൻസ് ക്ലർക്ക് ആണെങ്കിലും 20K തന്നെയാണ് സാലറി. 592 വേക്കൻസികളിലേക്കായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആണെങ്കിൽ 22K സാലറിയാണ് ബേസിക് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഇൻ ഹാൻഡ് ഞാൻ പറഞ്ഞ പോലെ ഈ അലവൻസ് എല്ലാം ഉൾപ്പെടുത്തിയായിരിക്കും. 4,940 വേക്കൻസികളിലേക്കായിരുന്നു 2019 വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ടോട്ടൽ +2 ലെവലിലെ എക്സാം അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൽ 10,628 വേക്കൻസികളിലേക്കായിരുന്നു 2019 വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ്, നിങ്ങൾ ഒരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഏതൊക്കെ ലെവലിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളത് നോക്കാം. ഓക്കെ, ട്രാഫിക് അസിസ്റ്റന്റ് ഇനിഷ്യൽ പേയ്മെന്റ് എന്ന് പറയുന്നത് 25,000 അല്ലെങ്കിൽ 26,000 അടുപ്പിച്ച് നിങ്ങൾക്ക് ബേസിക് സാലറി കിട്ടുന്നതാണ്. ആൻഡ് 88 വേക്കൻസികളായിരുന്നു കഴിഞ്ഞ എക്സാമിന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത് ഗുഡ്സ് ഗാർഡ് ആണ്. അത് 29,200 രൂപയാണ് സാലറി എന്ന് പറയുന്നത്, ബേസിക് സാലറി എന്ന് പറയുന്നത്. 5,748 വേക്കൻസികളിലേക്കാണ് ഗുഡ്സ് ഗാർഡിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത് സീനിയർ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആണ്. അവിടെ നേരത്തെ പറഞ്ഞ പോലെ 30K അടുപ്പിച്ച് തന്നെയാണ് ഇനിഷ്യൽ സാലറി എന്ന് പറയുന്നത്. ആൻഡ് 5,638 വേക്കൻസികളിലേക്കാണ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത നോക്കുകയാണെങ്കിൽ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ്. അതും 30K തന്നെയാണ് സാലറി വരുന്നത്, ബേസിക് സാലറി ആണ്. ആൻഡ് 2,873 വേക്കൻസികളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ആണ്. അതും 30K തന്നെയാണ് സാലറി. ആൻഡ് 3,164 വേക്കൻസികളിലേക്കാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത നോക്കുകയാണെങ്കിൽ സീനിയർ ടൈം കീപ്പർ
30K സാലറി 14 വേക്കൻസികളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് കൊമേഴ്സ്യൽ അപ്രന്റീസ് 35K അടുപ്പിച്ച് നിങ്ങൾക്ക് സാലറി കിട്ടുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇനിഷ്യൽ സാലറി ആണ്. ആൻഡ് 259 വേക്കൻസികളിലേക്കാണ് കഴിഞ്ഞ എക്സാമിന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ കൊമേഴ്സ്യൽ അപ്രന്റീസിന് ഏകദേശം 36K തന്നെ ഇനിഷ്യൽ പേയ്മെന്റ് പറയാം. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ നല്ലൊരു പോസ്റ്റാണ്. സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റ് നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോസ്റ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിലേക്ക് 35,000 ആണ് സാലറി, അല്ലെങ്കിൽ 36,000 സാലറി അടുപ്പിച്ച് കിട്ടുന്നുണ്ട്. ആൻഡ് 6,865 വേക്കൻസികളിലേക്കായിരുന്നു കഴിഞ്ഞ എക്സാമിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 24,649 വേക്കൻസികളിലേക്ക് ഗ്രാജുവേറ്റ് ലെവല് മാത്രമായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 33 വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് ഗ്രാജുവേറ്റ് ലെവലിൽ NTPC എക്സാംസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പം വളരെ നല്ലൊരു പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് വേക്കൻസീസ് വന്നിട്ടുള്ളത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്. ആൻഡ് ഇനി അടുത്ത് നോക്കുവാണെങ്കിൽ ഗ്രൂപ്പ് A, B, C, D പോസ്റ്റുകളുണ്ട് അല്ലേ? അപ്പോൾ ഗ്രൂപ്പ് A പോസ്റ്റുകൾ എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UPSC എക്സാം നടത്തിയിട്ടാണ് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അങ്ങനെ ഒരുപാട് ലെവൽ ഓഫ് പോസ്റ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഗ്രൂപ്പ് A പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് പെർഫെക്റ്റ്ലി UPSC എക്സാം നടത്തിയാണ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഗ്രൂപ്പ് B പോസ്റ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് C പോസ്റ്റിന് പ്രൊമോഷൻ കൊടുത്ത് കിട്ടുന്ന പോസ്റ്റാണ് ഗ്രൂപ്പ് B പോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പാർട്ട്മെന്റൽ പ്രൊമോഷൻ പോസ്റ്റുകളാണ്. ഓക്കെ, അപ്പൊ ഇനി ഗ്രൂപ്പ് C ആൻഡ് D പോസ്റ്റുകളാണ് SSC റെയിൽവേ എക്സാംസുകൾ നടത്തിയിട്ട് ഫിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റെയിൽവേസ് നടത്തുന്ന എക്സാം ആണ് ഗ്രൂപ്പ് D പോസ്റ്റുകൾ. അപ്പൊ ഏതൊക്കെ പോസ്റ്റുകളാണ് നിങ്ങൾക്ക് അതിലുള്ളതെന്ന് ചോദിക്കുവാണെങ്കിൽ ഹെൽപ്പർ പോസ്റ്റ് ഉണ്ട്, ഹോസ്പിറ്റൽ അറ്റൻഡന്റ് ഉണ്ട്, പോയിന്റ്സ്മാൻ ഉണ്ട്, അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ ഉണ്ട്, പോർട്ടർ ഉണ്ട്, ട്രാക്ക് മെയിൻറ്റെയിനർ ഉണ്ട്, ഗേറ്റ്മാൻ ഉണ്ട്. അപ്പൊ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് വിളിക്കുന്നത്. ആൻഡ് മെയിൻ കാര്യം 10th ലെവൽ ഓഫ് എക്സാം ആണ് കേട്ടോ. 10th പാസ്സായവർക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ITIയിൽ നിന്നും ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള NCVT അല്ലെങ്കിൽ SCVTയിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. NCVT ഗ്രാൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും 10th പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് NTPCയിൽ ഗ്രൂപ്പ് D പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പ്ലസ് 18 വയസ്സും കൂടി ആവണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾ ഗ്രൂപ്പ് D പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. 18 മുതൽ 31 ഇയേഴ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏജ് ലിമിറ്റ് ഉള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ആസ്പിറൻസിന് NTPCയിൽ ഗ്രൂപ്പ് D പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഒരു കാര്യം പറയാവുന്നത്, ഈ ഒരു 2019 വിളിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം 30K പ്ലസ് വേക്കൻസീസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ 30K അടുപ്പിച്ച് വേക്കൻസീസ് ഉണ്ടായിരുന്നു. പക്ഷേ 2024 ആയപ്പോൾ അത് 10K പ്ലസ് വേക്കൻസികളായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ കോമ്പറ്റീഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത വട്ടവും ഇതുപോലെ തന്നെ ചിലപ്പോൾ കുറയാം, ചിലപ്പോൾ കൂടാം. എങ്കിൽ പോലും അതൊരു ലക്ക് ഫാക്ടർ ആണല്ലേ. അപ്പോൾ ഈ വർഷം 10K പ്ലസ് വേക്കൻസികൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വർഷം തന്നെ NTPC എക്സാം എഴുതി പാസ്സാവുക എന്നുള്ളതാണ്. ഇനി എത്ര വർഷം കഴിഞ്ഞിട്ടാണ് NTPC എക്സാം വിളിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പോലുള്ള നല്ല പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് കയറി പറ്റണമെങ്കിൽ നിങ്ങൾ ഈ NTPC തന്നെ മാക്സിമം നിങ്ങൾ ഹാർഡ് വർക്ക് ഇട്ടിട്ട് കയറേണ്ടതാണ്. ഓക്കെ, ഇനി പറയാനുള്ളത് NTPCക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദിശ അക്കാഡമി നിങ്ങൾക്കായിട്ട് പുതിയ ഓൺലൈൻ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നമ്മുടെ ഓൺലൈൻ കോഴ്സ് പർച്ചേസ് ചെയ്ത് NTPCക്ക് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ യൂട്യൂബിലും വീഡിയോസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി നടത്താനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ യൂട്യൂബിൽ നിങ്ങൾക്ക് വീഡിയോസ് കണ്ട് പഠിക്കാം. അതുപോലെ ഓൺലൈൻ കോഴ്സ് ചെയ്ത് സെൽഫ് സ്റ്റഡി എന്നല്ലെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം, നിങ്ങളൊരു ജോലിയുള്ളവരാണ് അല്ലെങ്കിൽ ഫാമിലി മെമ്പറാണ്, നിങ്ങൾക്ക് കുട്ടികളുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓഫ്ലൈനിൽ പോയി പഠിക്കാനുള്ള ടൈം ഇല്ല, ഫെസിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആണ് ഇതുപോലെ ഓൺലൈൻ കോഴ്സ് എടുത്ത് പഠിക്കുന്നത്. അപ്പോൾ NTPCയുടെ ഓൺലൈൻ കോഴ്സ് 4999 നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അത് പർച്ചേസ് ചെയ്ത് നിങ്ങൾ പഠിക്കാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ, ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം 5 വർഷത്തിന് ശേഷമാണ് കാത്തിരുന്ന്
NTPC എക്സാം വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മിസ്സാക്കാതിരിക്കുക. ഇനി നെക്സ്റ്റ് ഒരു NTPC എന്നുള്ള ഒരു തോട്ടിൽ നിന്ന് ഈ NTPC തന്നെ എനിക്ക് ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒരു തോട്ടിലേക്ക് നിങ്ങൾ ചേഞ്ച് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ NTPC എക്സാം മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്തോളാം. അത്യാവശ്യം നല്ല എളുപ്പമുള്ള എക്സാം ആണ് NTPC എന്ന് പറയുന്നത്. റെയിൽവേസിൽ നല്ലൊരു പോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് NTPC എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും NTPC എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളുക. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ 14 തീയതി വരും എന്നാണ് പറയുന്നത്. ഷോർട്ട് നോട്ടീസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നോട്ടീസ് വരുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളുക. ഓൾറെഡി ഇങ്ങനൊരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലേ. NTPC എക്സാം നോട്ടിഫിക്കേഷൻ ലൈവായിട്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് പോസ്റ്റ് ഡീറ്റെയിൽസ് അറിയണം, അതുപോലെ ഏതൊക്കെ ബുക്കുകൾ പഠിക്കണം, അതുപോലെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരുപാട് കണ്ടന്റുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് പോയി നിങ്ങൾ അതൊക്കെ കണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ഹാപ്പി ലേണിംഗ്.